എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. നമ്മൾ കേരളീയ ഭക്ഷണത്തിൽ പൊതുവേ പ്രോട്ടീൻ്റെ അളവ് അല്പം കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹൈ പ്രോട്ടീൻ കേരള ഡയറ്റ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും വരുന്നത് വൈറ്റ് കാർബ്സ് ആണ്. ലൈക്ക് വെള്ള അരി അരച്ചിട്ടുള്ള ടിഫിൻസ് ആണല്ലോ നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നത്. രാവിലെയും രാത്രിയും ചിലപ്പോൾ ടിഫിൻ കഴിക്കുന്നവരുണ്ടായിരിക്കും, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നുണ്ടായിരിക്കും. അത് വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, ആക്ച്വലി നമ്മൾ 3 നേരവും കഴിക്കുന്നത് വൈറ്റ് റൈസിൻ്റെ പ്രോഡക്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വൈറ്റ് റൈസിന് ബ്രൗൺ റൈസ് ആക്കിയാൽ നല്ലത്, ഇല്ല ഏത് റൈസ് ആയാലും അതിൻ്റെ കൂടെ നമുക്ക് ഒരു പ്രോട്ടീൻ കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മളെ കേരളീയ ഭക്ഷണം അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മളെ കേരളീയ ഭക്ഷണം കൾച്ചറൽ ഫുഡാണ്, മാത്രമല്ല ദഹനത്തിനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭക്ഷണം. നമുക്ക് കൂടുതലും ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു 2-3 ബ്രേക്ക്ഫാസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാവേ. ഇപ്പോൾ പുട്ട്, അതിൻ്റെ കൂടെ കടലക്കറി ആഡ് ആണെങ്കിൽ അഫ്കോഴ്സ് അതൊരു ഹൈ പ്രോട്ടീൻ ഫുഡാണ്. ഇനി പുട്ടിൻ്റെ കൂടെ നമുക്ക് പയർ ആഡ് ചെയ്താലും അഫ്കോഴ്സ് അതൊരു ഹൈ പ്രോട്ടീൻ ഫുഡാണ്. എന്നാൽ നമ്മൾ പുട്ടിൻ്റെ കൂടെ പപ്പടവും അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ പഞ്ചസാര വെച്ച് കഴിക്കുന്നവരില്ലേ, സോ അത് റോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്പം പയറോ അല്ലെങ്കിൽ ഒരു മുട്ടയോ കുറച്ച് കടലക്കറി ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹൈ പ്രോട്ടീൻ ആണ്. ഇനി നിങ്ങൾക്ക് അതൊന്നും അവൈലബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സീഡ്സ്, ഏതെങ്കിലും പംകിൻ സീഡോ ഫ്ലാക്സ് സീഡ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ നമുക്ക് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നു, ദോശ, ഇഡ്ഡലി, പുട്ട്. ഓക്കെ, അപ്പോൾ പുട്ട് പറഞ്ഞു. അപ്പോൾ ദോശ, ഇഡ്ഡലി എടുക്കുമ്പോൾ സാമ്പാർ വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതിൽ നമ്മൾ ധാരാളം പരിപ്പിട്ടിട്ടാണ് നമ്മൾ സാമ്പാർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേഗിച്ച് കുറച്ച് വെജിറ്റബിൾസും പരിപ്പും കൂടെ നമ്മൾ ധാരാളം എടുക്കുകയാണെങ്കിൽ അതൊരു ഹൈ പ്രോട്ടീൻ കോംബോ തന്നെയാണ്. നമ്മളതുപോലെ അപ്പം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ബോയിൽഡ് എഗ്ഗോ എഗ് വൈറ്റ്സോ കൂടെ ആഡ് ചെയ്താലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് മിഡ് മോർണിംഗ്സിലോട്ടാണ്. ഓക്കെ, മിഡ് മോർണിംഗ്സ് ചിലർ എടുക്കാറുണ്ട്, ചിലരങ്ങനെ എടുക്കാറില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഒരു ഹാൻഡ്സ് പീനട്ട്സ് കഴിക്കാം, 1-2 സോഫ്റ്റ് സീഡ്സ് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നട്ട്സ് കഴിക്കാം, ബദാം കാഷ്യൂ ഇല്ലേ അത് നമുക്ക് കഴിക്കാം, പ്രോട്ടീൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. സോ ഇതുപോലെ എന്തെങ്കിലും ലൈറ്റായിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ നല്ലത്. ഏറ്റവും എളുപ്പം എന്തെന്ന് അറിയോ, നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, എനിക്ക് ഇതൊന്നും ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോയി കഴിക്കാൻ സമയമില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ചെറിയ ബോട്ടിലല്ലേ, ഒരു 250 to 500 ml മോര് വെള്ളം നിങ്ങൾ കൊണ്ടു നോക്കിക്കേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുടിക്കാൻ പറ്റും. വെള്ളം കുടിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഡ്യൂട്ടി ടൈമിൽ, എങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്ത ലഞ്ചിലോട്ട് വരുവാണ്. ലഞ്ചിൽ പ്രത്യേകിച്ച് വെജിറ്റേറിയൻകാരൊക്കെ ആണെങ്കിൽ ചോറ്, ഒരു തോരൻ, ഒരു ഒഴിച്ചുകറി കഴിഞ്ഞു, ഇതായിരിക്കും അവരെടുക്കുന്നത്. പിന്നെ ഒരു ഇടയ്ക്കൊക്കെ യോഗോട്ട്സും കേടൊക്കെ എടുക്കും, വല്ലപ്പോഴും പയറെടുക്കും. അതുപോലെ അവർക്ക് പനീറാണ് കുറച്ചൊരു ഹൈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമുക്ക് ചിക്കൻ പോലെ മീൻസ് വെജിറ്റേറിയൻകാർക്ക് എന്ന് പറയുന്നത് പനീറാണ്. അപ്പോൾ അവർ പനീർ എടുക്കുന്നത് വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ ആയിരിക്കും, ചിലർ മന്ത്ലി വൺസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഏറ്റവും എളുപ്പമായിട്ടൊരു വഴി പറഞ്ഞുതരാം. കുറച്ച് പയർ ഐറ്റംസിനെ മിക്സ്ഡ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ മുളപ്പിച്ചിട്ട് ഒന്നിച്ച് ഒരു എയർ ടൈറ്റർ കണ്ടെയ്നറിൻ്റെ അകത്ത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് അത് മുളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ച വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മുളപ്പിച്ച പയർ യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒരുപാട് വേഗം വേണ്ട അതിന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയോ ചെയ്യാൽ അത് നമുക്ക് ഉച്ചയ്ക്കൊരു കറി പോലെ കൊണ്ടുപോകാം. അത് തോരനാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കല്ലാണ്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തൈരോ മോരോ നമുക്ക് ഈ പറയുന്നില്ല പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, ചെറിയൊരു ഒരു ബോട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുള്ളാണ്, പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രോട്ടീനാണ്. പിന്നെ നമുക്ക് മില്ലറ്റ്സ്, ചോറിന് പകരം നമുക്ക് ഇടയ്ക്ക് മില്ലറ്റ്സ് ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കിനോവ നമുക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞ ടിഫിൻസ് ഇല്ലേ അതിലും വേണമെങ്കിൽ മില്ലറ്റ്സിൻ്റെ അല്പം പൊടി ചേർത്താലും അതൊരു ഹൈ പ്രോട്ടീൻ തന്നെയാണ്. ഇനി ഈവനിങ് സ്നാക്സിലോട്ട് വരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോരും വെള്ളം പോലെയൊക്കെ കുടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ്സ് നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ പയറില്ലേ, ചെറുപയറൊക്കെ വറുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം. മുഴുവൻ ഗോതമ്പുണ്ടല്ലോ അതും നമുക്ക് വറുത്ത് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ കറുമുറ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈവനിങ് ഒരു ഹെർബൽ ടീയോടൊപ്പം കഴിച്ചാലായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പിന്നെ ഈ ക്രേവിങ്സ് വരില്ല ചിലർക്ക് എന്താ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ടി വിയും കണ്ട് കറുമുറ കഴിക്കണം എങ്കിലേ ഒരു സമാധാനം കിട്ടും എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ കറുമുറ കഴിക്കുന്നവർക്ക്. അത് കഴിഞ്ഞ് ഡിന്നർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് നിങ്ങൾ രാവിലെ കഴിക്കുന്ന ടിഫിനാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സൈഡിലുള്ള പ്രോട്ടീൻ ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കൊരു പ്ലേറ്റ് എടുക്കുവാണ് നമ്മൾ, അതിലൊരു 3 പോർഷൻ വരയ്ക്കുവാണെങ്കിൽ അതിലെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആയിരിക്കണം, അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം, അതിൻ്റെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഫൈബർ ആയിരിക്കണം. ഓക്കെ, അതിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പ്രോട്ടീൻ നിങ്ങളുടെ അഫ്കോഴ്സ് നിങ്ങളുടെ
ചോയ്സ് ആണ്. നിങ്ങൾക്ക് വെജ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് ഓപ്ഷനും തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഫുഡ് കിട്ടുവാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡയറ്റിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ഓൺ ചെയ്യാം. അഫ്കോഴ്സ് നോൺ വെജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ലഞ്ചിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ആഡ് ചെയ്യാം. ലഞ്ചിന് നിങ്ങൾക്ക് ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ അതർ ഐറ്റംസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഡിന്നർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു നോൺ വെജ് ആണെങ്കിലേ നിങ്ങൾക്ക് അത് മാത്രം വെച്ചൊരു സാലഡ് പോലെ വേണമെങ്കിലും ചെയ്ത് കഴിക്കാം. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാർബ്സ് വേണമെന്നേ നിർബന്ധമില്ല. ലൈക്ക് ചിക്കൻ സാലഡ്, എഗ് സാലഡ്, ഫിഷ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പനീർ സാലഡ്, പൾസസ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ മെയിനായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സാലഡ് പോലെ വേണമെങ്കിൽ മേക്ക് ചെയ്തെടുക്കാം. സോ നമ്മുടെ കേരള ഫുഡിൻ്റെ കൂടെ അല്പം പ്രോട്ടീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകും. സോ നിങ്ങളിത് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ല ഇനി ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.